ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലോ ലേണിംഗ് അക്കാഡമി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർട്ട് വർക്കിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഓരോ കുട്ടികളും കോർട്ട് വർക്കിന് വരുമ്പോൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു നടപടി അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവരെന്താണ് അവിടെ ചെയ്തത് എന്ന് നമ്മൾ വൈവയ്ക്കൊക്കെ വന്നിരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ആണ് വൈവയിൽ കോർട്ട് വർക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ കോർട്ട് വർക്കിന് വരുന്ന കുട്ടികൾ ആദ്യത്തെ ദിവസങ്ങളിൽ അഡ്വക്കേറ്റ്സ് എന്ത് ചെയ്യും, ഓരോ കോടതികളുടെ നടപടിക്രമങ്ങൾ കാണാനായിട്ട് പോവും. അപ്പോൾ നിങ്ങൾ മുനിസിപ്പൽ കോടതികളിൽ, ക്രിമിനൽ കോടതികളിൽ, ജില്ലാ കോടതികളിൽ എല്ലാം പോയി ഇരുന്ന് അന്നത്തെ കേസിൻ്റെ വാദങ്ങളും വിസ്താരങ്ങളും എല്ലാം നിങ്ങൾ കേൾക്കും അല്ലേ. അപ്പോൾ അതാണ് ആദ്യത്തെ റോൾ കോൾ. എങ്ങനെയാണ് നടക്കുന്നത്, റോൾ കോളിൽ എന്തൊക്കെയാണ് വിളിക്കുന്നത്. ചില കോടതികളിൽ ആദ്യം മുനിസിപ്പൽ കോടതികളിലാണെന്നുണ്ടെങ്കിൽ ST മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് വിളിക്കും. അത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ വിളിക്കും, പിന്നെ അത് കഴിഞ്ഞ് OS വിളിക്കും, പിന്നെ IA വിളിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടാതെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓഫീസിലെ അഡ്വക്കേറ്റിനോട് പറയുക, ഒരു എക്സിക്യൂഷനിലേക്ക് വരുന്ന ഒരു ബണ്ടിൽ, ഒരു എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് വരുന്ന ഒരു ബണ്ടിൽ ഞങ്ങൾക്കൊന്ന് സ്റ്റഡി ചെയ്യാൻ തരണമെന്ന് പറയണം. ഒരു എക്സിക്യൂഷനിലേക്ക് പോകുന്ന ഒരു ബണ്ടിൽ, ആ എക്സിക്യൂഷനിലേക്ക് പോകുന്ന ബണ്ടിൽ മേടിക്കാൻ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിങ്ങൾക്ക് ട്രയൽ ഫുള്ള് കാണാൻ പറ്റും. ഒരു സിവിൽ കേസിൻ്റെ ട്രയൽ ഫുള്ള് കാണാൻ പറ്റും. ഈവൻ അന്യായം അല്ലെങ്കിൽ പ്ലെയിൻ്റ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് അന്യായം എന്താണെന്നും, അന്യായം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം, എന്താണ് ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നിങ്ങൾ അന്യായം എടുത്ത് ആദ്യം നോക്കുക അല്ലേ. അന്യായം എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ അന്യായം എടുത്ത് നോക്കുക. നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് ആൻഡ് പ്ലീഡിങ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനകത്ത് അന്യായം പഠിക്കുന്നുണ്ട്, പ്ലെയിൻ്റ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ആ പ്ലെയിൻറ്റിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ആ പ്ലെയിൻറ്റിൽ പ്രോപ്പറായിട്ടാണോ ആ പ്ലെയിൻറ്റ് ഫയൽ ചെയ്തത് എന്ന് നോക്കുക. പ്ലെയിൻറ്റ് ഫയൽ ചെയ്തത് പ്രോപ്പറായിട്ടാണോ നോക്കുക. പ്ലെയിൻറ്റിൽ ഫയൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ലിമിറ്റേഷൻ പീരീഡുള്ള കാര്യങ്ങൾ വല്ലതും ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ പ്ലെയിൻറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിഫോർ ദി ഓണറബിൾ കോർട്ട്, അതാണ് ഹെഡിങ്. അത് കഴിഞ്ഞാൽ കോടതിയുടെ പേര്, OS നമ്പർ, അത് കഴിയുമ്പോൾ പ്ലെയിൻറ്റിഫ്, ഡിഫെൻഡൻറ്റ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഓർഡർ 26 അനുസരിച്ച് ഏതൊക്കെ സെക്ഷൻ ഇട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ടീസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഡിഫെൻഡൻറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടോ. നിങ്ങൾ പ്ലീഡിങ്സ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് പഠിച്ച പോലെയാണോ ഈ പ്ലെയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്, കോർട്ട് ഫീസ് കൊടുത്തിട്ടുണ്ടോ, അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഭാവിയിൽ നിങ്ങളൊരു അഡ്വക്കേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ IAS എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. IAS എന്തെങ്കിലും ഇൻട്രീം ആപ്ലിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇൻട്രീം ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒബ്ജക്ഷൻ കൗണ്ടറായിട്ട് അവർ ഫയൽ ചെയ്തിട്ടുണ്ടോ, ഡിഫെൻഡൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രോപ്പർ ടൈമിലാണോ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വന്നതെന്ന് നോക്കാം. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതിയിരിക്കുന്നത്, എല്ലാ കണ്ടൻഷനും ഒബ്ജക്ഷനായിട്ട് ഓരോ പാരഗ്രാഫ് വൈസ് ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാം. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെടുത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ജഡ്ജിമെൻറ്റ് നിങ്ങളെടുത്ത്. അപ്പോൾ ജഡ്ജിമെൻറ്റ് നമ്മൾ എടുക്കുകയാണ്. ജഡ്ജിമെൻറ്റ് എടുക്കുമ്പോൾ ജഡ്ജിമെൻറ്റിൽ തന്നെ കാണും വാദിയുടെ ഡ്രാഫ്റ്റിങ്ങിൻ്റെ അന്യായത്തിൻ്റെ ഒരു ചെറിയ രൂപം അതിൽ കാണും. അത് കഴിഞ്ഞാൽ പിന്നെന്താണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിഫെൻഡൻറ്റിൻ്റെ കേസ്, കുറച്ച് കാര്യങ്ങൾ ഡിഫെൻഡൻറ്റിൻ്റെ കാര്യങ്ങൾ കാണും. അത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ ഇഷ്യൂസാണ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ടെസ്റ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുന്നത്. നമ്മളുടെ പ്രെയർ അനുസരിച്ചാണ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഇഷ്യൂസാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡൗട്ടുകളെല്ലാം അന്നേരം നിങ്ങൾ നിങ്ങളുടെ ലോയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എന്ത് കിട്ടും, ഈ ഇഷ്യൂസിനെ ബേസ് ചെയ്ത് ഓരോ പോയിൻ്റ് വൈസായിട്ട് ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് കാണാം. ഈ ജഡ്ജ്മെൻ്റ് എല്ലാം കഴിയുമ്പോൾ ഒരു ഡിക്രി
കാണും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എക്സിക്യൂഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേസ് എടുത്ത് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് A to Z ഒരു ട്രയൽ നടന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എക്സിക്യൂഷൻ സ്റ്റേജിലെത്തിയ ഒരു ബണ്ടിൽ തന്നെ നിങ്ങൾ ആദ്യം വാങ്ങി പഠിക്കുക. പിന്നെ എക്സിക്യൂഷൻ നടപടികളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിലോട്ടൊക്കെ പോയാൽ ഒരുപാട് കോംപ്ലിക്കേഷനിലോട്ട് വരുന്നു. പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങളൊരു ക്രിമിനൽ ട്രയലിലെയും എല്ലാ കാര്യങ്ങളും ഒരു ഫയൽ എടുത്ത് വെച്ചിട്ട് ക്രിമിനൽ ട്രയലിൽ നിങ്ങൾ നോക്കി പഠിക്കേണ്ടതാണ്. ആ ക്രിമിനൽ ട്രയലിനകത്ത് എങ്ങനെയാണ് ട്രയൽ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് FIR ലോഡ്ജ് ചെയ്തിരിക്കുന്നത്, പ്രൈവറ്റ് കംപ്ലയിൻറ്റ് വഴിയാണോ ഈ കേസ് വന്നിരിക്കുന്നത്, അതോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അല്ലെങ്കിൽ പോലീസുകാർക്ക് അറിവ് ലഭിച്ചിട്ടാണോ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. FIR ലോഡ്ജ് ചെയ്തിട്ടുണ്ടോ, FIRന് ഡിലേ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഏതൊക്കെ സെക്ഷൻ അനുസരിച്ചാണ്, എന്നിട്ട് ആ സെക്ഷനൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ നോക്കുക ഏതൊക്കെ സെക്ഷൻ അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരുടെയും മൊഴികൾ കാണും അല്ലേ, ഓരോരുത്തരുടെയും മൊഴികൾ കാണും. അപ്പോൾ ഈ മൊഴികളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അത് വായിക്കാനായിട്ട് തോന്നുന്നത്. ഒരു ക്രിമിനൽ ട്രയലൊക്കെ വായിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ മൊഴികളെല്ലാം വായിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ട്രയൽ ഫുള്ള് നടന്നത് എന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് നമ്മൾ കോർട്ട് വർക്കിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഒരാൾ ഡയറി എഴുതിയതെടുത്ത് കോപ്പി ചെയ്ത് മറ്റേയാൾ അതേപോലെ എഴുതിക്കൊണ്ട് പോകുക എന്നുള്ളതല്ല. നമ്മളിത് പഠിക്കാനായിട്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കോർട്ട് വർക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും കോർട്ട് വർക്കിന് വരുന്ന കുട്ടികളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു നടപടിക്രമമാണ്. ഓക്കെ.